ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനിലും സാമൂഹ്യനീതി വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതികളുടെ നിർവഹണത്തിനായി തിരുവനന്തപുരം പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അക്രഡിറ്റഡ് ഓവർസിയറെ നിയമിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും യോഗ്യതയുള്ള 40 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രതിമാസ വേതനം 21,070 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഡിസംബർ 31 വൈകിട്ട് 4 മണിക്കകം അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പട്ടം തിരുവനന്തപുരം 695004. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ മനയിൽകുളങ്ങര സർക്കാർ വനിതാ ITIയിൽ ഡ്രസ് മേക്കിംഗ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട്. യോഗ്യത ഫാഷൻ ആൻഡ് അപ്പാരൽ ടെക്നോളജിയിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BVOC അല്ലെങ്കിൽ ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡ്രസ് മേക്കിംഗ് അല്ലെങ്കിൽ ഗാർമെന്റ് ഫാബ്രിക്കേറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലുള്ള ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡ്രസ് മേക്കിംഗ് ട്രേഡിലുള്ള NTC അല്ലെങ്കിൽ NACയും ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ 31 രാവിലെ 11 മണിക്ക് ITIയിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിലും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനിയെ തിരഞ്ഞെടുക്കുന്നതിന് പട്ടികവർഗ്ഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. 2025 ഒക്ടോബർ 31 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം. ബിരുദധാരികൾക്ക് 5 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയരുത്. ഓണറേറിയം 10,000 രൂപയാണ് ലഭിക്കുന്നത്. റാന്നി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ഡിസംബർ 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ സൂക്ഷ്മ സംരംഭ മേഖലയിൽ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നതിന് സൂക്ഷ്മ സംരംഭ കൺസൾട്ടൻറ്റ് MECമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ജില്ലയിൽ സ്ഥിര താമസക്കാരായ 25-45 മധ്യ പ്രായമുള്ള +2 ബിരുദം യോഗ്യതയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും കണക്കിലുള്ള കഴിവ് എന്നിവ ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അയൽക്കൂട്ട അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവ കളക്ടറേറ്റിലെ കുടുംബശ്രീ ജില്ലാ ഓഫീസിൽ 2026 ജനുവരി 3 വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ ആലപ്പുഴ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അക്രഡിറ്റഡ് എഞ്ചിനീയർമാർക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നിർബന്ധമാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ക്വാണ്ടിറ്റി സർവീസ് സോഫ്റ്റ്വെയർ എന്നിവയിലുള്ള യോഗ്യതയും ആവശ്യമാണ്. കൂടാതെ 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. PMGSYയിലുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ശമ്പളം 37,800 രൂപയാണ് ലഭിക്കുന്നത്. ഓവർസിയർമാർക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം നിർബന്ധമാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ക്വാണ്ടിറ്റി സർവീസ് സോഫ്റ്റ്വെയർ എന്നിവയിലുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. PMGSYയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സാണ്. ശമ്പളം 21,070 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷ വെള്ളക്കടലാസിൽ എഴുതി ബയോഡേറ്റ സഹിതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ്, PMGSY, ജില്ലാ പഞ്ചായത്ത്, ആലപ്പുഴ എന്ന വിലാസത്തിൽ അയക്കുകയോ നേരിട്ട് നൽകുകയോ PIU-alapuzha45@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യുകയോ വേണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 1. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലേക്ക് ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി നിയമനത്തിന് അപേക്ഷിക്കാം. SSLC വിജയിച്ച പട്ടികവർഗ യുവതി യുവാക്കൾക്കാണ് അവസരം. 2025 ഒക്ടോബർ 31 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് അധികരിക്കാത്തവരുമാവണം. ബിരുദധാരികളായ അപേക്ഷകർക്ക് 5 മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കും. 1 വർഷമാണ് പരിശീലന കാലാവധി. പ്രതിമാസം 10,000 രൂപ ഓണറേറിയം ലഭിക്കും. താല്പര്യമുള്ളവർ പാലക്കാട് പട്ടികവർഗ ഓഫീസിലോ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ അപേക്ഷ സമർപ്പിക്കണം. ഡിസംബർ 31 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഡിസംബർ 31 രാവിലെ 10 മണിക്ക് കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കും. പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. യോഗ്യത ബിരുദമാണ്. വേഡ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ കോഴ്സ്, മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. MSW യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഈ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.